നമസ്കാരം, ക്രാഫ്റ്റ് ടീച്ചറിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പൂക്കളിൽ ഏറ്റവും മനോഹരമായ പൂവ് ഏതെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ പലരുടെയും മനസ്സിൽ ആദ്യം വരിക റോസപ്പൂവായിരിക്കും. പല നിറത്തിലുള്ള റോസപ്പൂക്കൾ കാണാൻ എന്ത് ഭംഗിയല്ലേ. അപ്പോൾ അതുപോലെയുള്ള ആ റോസപ്പൂക്കളെ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ക്രാഫ്റ്റിലൂടെ ഉണ്ടാക്കിയെടുക്കാം. ഈ ക്രാഫ്റ്റാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇത് നമുക്കായി പറഞ്ഞു തരുന്നത് കണ്ണൂരിൽ നിന്നുള്ള ശ്രീമതി സാജിദയാണ്. ഹലോ ആൻറ്റി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അപ്പോൾ ഇന്ന് നമ്മൾ കോട്ടൺ ക്ലോത്ത് കൊണ്ടുള്ള ഫ്ലവേഴ്സ് ആണ് ഉണ്ടാക്കുന്നത് അല്ലേ? എങ്ങനത്തെ കോട്ടണാണ് ഇതിന് ശരിക്കും വേണ്ടത്? ഇത് കോട്ടൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടയിൽ നിന്ന് ഫ്ലവർ ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞാൽ അവരോട് തരും. ഓ ശരി. അപ്പോൾ നമ്മൾ ഫാൻസി ഷോപ്പിൽ ചെന്നിട്ട് ഫ്ലവർ ഉണ്ടാക്കാനുള്ള കോട്ടൺ എന്ന് പറഞ്ഞാൽ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വളരെ നേർത്ത കോട്ടൺ ആണിത്. അങ്ങനത്തെ കോട്ടൺ തരും. അപ്പോൾ ഏത് കളർ വേണമെന്ന് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ ഇതുപോലെ സ്റ്റിഫായിട്ട് നിൽക്കുന്ന കോട്ടൺ തുണി. പിന്നെ എന്തൊക്കെയാ വേണ്ടത്? പിന്നെ കമ്പി, ത്രെഡ്, പിന്നെ ഗ്രീൻ ടേപ്പും വേണം. അപ്പൊ ആസ് യൂഷ്വൽ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഗ്രീൻ ടേപ്പും ഒക്കെ തന്നെ. അപ്പൊ അത് ത്രെഡ്, സിസേഴ്സ്, പിന്നെ നമ്മൾക്ക് ഈ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇത്തരം കമ്പി, ഇത് തന്നെയാണ്. ഇത്രയും സാധനങ്ങൾ മതി. അപ്പോൾ ക്ലോത്ത് കൊണ്ട് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കി നോക്കാം. ഓക്കെ, എന്താ ചെയ്യേണ്ടത്? ആദ്യം സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യാം. സ്ക്വയർ ഷേപ്പിൽ വേണം അല്ലേ? കട്ട് ചെയ്യാം. ഓക്കെ. നമുക്ക് എത്ര പെറ്റൽ വേണം അത്ര കട്ട് ചെയ്തെടുത്തിടുക. കോണോട് കോൺ അല്ലേ? ഇങ്ങനെ വരും. എന്നിട്ട് ഈ സൈഡ് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. നാല് സൈഡും വേണോ? നാല് സൈഡ് വേണ്ട, രണ്ട് സൈഡ് മാത്രം. ഇതാ പെറ്റൽ. ഓക്കെ, ഇതെല്ലാം റെഡി ആയി കഴിഞ്ഞു പൂവിന്റെ. ഇനി ഇത് ഉണ്ടാക്കാം. ഒരു കമ്പി എടുത്തിട്ട് അതിന്റെ അറ്റം ഒന്ന് വളച്ചു കൊടുക്കുക അല്ലേ? ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്യാം. ഇത് നമുക്ക് റോസിന് ഇങ്ങനെ സെൻട്രൽ ഒരു മുട്ട് പോലെ ഉണ്ടാവില്ല, അത് വെച്ച് കൊടുക്കുന്ന. ഇത് റോസ് ഫ്ലവർ ഉണ്ടാക്കുക അല്ലേ? കമ്പി എടുത്തിട്ട് അതിൻ്റെ അറ്റം ഒന്ന് വളച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ ഒരു കോട്ടൺ തുണി ഇങ്ങനെ നമ്മൾ റോസ് ഫ്ലവറിൻ്റെ ഉള്ളിൽ ഒരു മുട്ട് പോലത്തെ ഒരു സംഭവം കാണുമല്ലോ, അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചുറ്റി ചുറ്റി അതുണ്ടാക്കിയെടുക്കുക. എന്നിട്ട് അത് ചുറ്റി എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഇതളുണ്ടല്ലോ, ഇതിലൂടെ അറ്റാച്ച് ചെയ്തിട്ട് വീണ്ടും കെട്ടുക. നന്നായിട്ട് കെട്ടുക. അപ്പൊ കുറേ ഇതിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് വീണ്ടും അറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനെ വീണ്ടും കെട്ടി വെക്കുക. എത്ര വലിപ്പം വേണോ ഫ്ലവറിന് അതനുസരിച്ച് അത്രയും ഇതിലുകൾ ഉണ്ടാക്കി വെക്കുക. റോസ് ഫ്ലവേഴ്സ് തന്നെ ഇഷ്ടംപോലെ കളർ വെറൈറ്റീസ് നമുക്ക് കാണാമല്ലോ. ഒറിജിനൽ ഫ്ലവേഴ്സിൽ നമുക്ക് ഒരുപാട് കളേഴ്സ് കാണാൻ പറ്റും. ഇങ്ങനത്തെ എല്ലാ കളറും കോട്ടൺ തുണി നമുക്ക് ഷോപ്പിൽ കിട്ടും. ഈ മഞ്ഞ നിറത്തിന്റെ ലൈറ്റ് മഞ്ഞ നിറത്തിൽ യഥാർത്ഥ റോസപ്പൂ ഉണ്ട് തന്നെ. ഇപ്പൊ ഏകദേശം എല്ലാ കളറും ഉണ്ടല്ലോ. ഞാനിപ്പോ ഇവിടെ ഉണ്ടാക്കിയ എല്ലാ ഫ്ലവറും ഉണ്ട്. അപ്പൊ ഏതെല്ലാം ഉണ്ടാക്കുന്നതിലാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. ശരിക്കും ഇങ്ങനെ കോണോട് കോൺ മടക്കി വെച്ച് രണ്ട് സൈഡും രണ്ട് എൻഡും ഒന്ന് ചുറ്റി ഒന്ന് കൈ കൊണ്ടൊന്ന് ചുറ്റി വെക്കുക. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ ഫ്ലവർ മേക്കിങ്ങിൻ്റെ ഒരു യൂണിഫോമിറ്റി കീപ്പ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സംഭവമാണ്. ഓരോ ഇതിലും അടുത്ത ഇതിലേക്ക് വെച്ച് അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ നൂലുകൊണ്ട് കെട്ടി വെച്ചുകൊണ്ടിരിക്കുക. നല്ലോണം മുറുക്കി കെട്ടുക. ഒരു പൂവിന് എത്ര ഇതിൽ വരെ വെച്ച് കൊടുക്കാൻ പറ്റും? നമ്മൾ ഇഷ്ടാനുസരണം അതിൻ്റെ വലിപ്പം എത്ര ഉണ്ടോ അത്ര വെച്ച് കൊടുക്കാം. ഓക്കെ, നമുക്ക് എത്ര വലിപ്പം ആ ഫ്ലവറിന് വേണോ അതനുസരിച്ച് നമുക്ക് എത്ര ഇതിൽ വേണമെങ്കിലും വെച്ച് കൊടുക്കാം. വലിയ റോസാപ്പൂവാണ് നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ ഒരുപാട് ഇതളുകൾ വയ്ക്കാം. കുറച്ച് ചെറുപ്പമാണെങ്കിൽ അത് ചെറുതായിട്ട് വെച്ച് അടുക്കി കെട്ടി വെച്ചുകൊണ്ടേയിരിക്കുക. മേക്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതിലുണ്ടാക്കുന്നതും പിന്നെ ഈ വെച്ച് കെട്ടി വയ്ക്കുന്നതും മാത്രം ശ്രദ്ധിച്ചാൽ മതി. അത് പിന്നെ തട്ടായിട്ട് അങ്ങനെ ആ ഒരു ഫോർമേഷൻ വന്നുകൊണ്ടേയിരിക്കും. ഈ ബൊക്കെയൊക്കെ ഉണ്ടാക്കിയിട്ട് ആൻറ്റി എങ്ങനെ എക്സിബിഷൻ ചെയ്യുമോ അതോ? എക്സിബിഷന് വെക്കും, പക്ഷെ വിൽപ്പനക്ക് കൊടുക്കലില്ല. എല്ലാം ചോദിക്കുന്നുണ്ട്, പക്ഷെ ഇതുവരെ ഇഷ്ടപ്പെടുന്നില്ല. അതിനെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സിബിഷൻ സംഘടിപ്പിക്കേണ്ട ഒരിതിലാണ് ഇപ്പോഴുള്ളത്. മറ്റുള്ളവർക്ക് കുറേ പ്രാവശ്യം ഇത് കൊടുത്തിട്ടുണ്ട് ഞാൻ, അവർക്കെല്ലാം. പിന്നെ എൻ്റെ ഹസ്ബൻഡ്
ടീച്ചറാ അവരെ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് ആദ്യമെല്ലാം കൊണ്ടുപോകലുണ്ട്. ഉണ്ടാക്കിയ സാധനം എല്ലാം അവരെ എക്സിബിഷന് വേണ്ടിയിട്ടും കോമ്പറ്റീഷന് വേണ്ടിയിട്ടും എല്ലാം കൊണ്ടുപോകലുണ്ട്. കോമ്പറ്റീഷനൊക്കെ ഫസ്റ്റാ അവർ സ്കൂളിലായി അവർക്ക് ഫസ്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ അത്രയും നമ്മൾ ചെയ്ത് വെച്ചിട്ട് ആ നൂലിനെ കൂടി മറയ്ക്കുന്ന രീതിയിൽ ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് അതിൻ്റെ തണ്ടാക്കി മാറ്റാം. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ അതിനകത്ത് ആദ്യത്തെ ഒരു ജോലി അല്ലെങ്കിൽ ഒരു ഘട്ടം എന്ന് പറയുന്നത്. ബാക്കി മുഴുവൻ നമുക്ക് അതനുസരിച്ച് തട്ടായിട്ട് ഇങ്ങനെ വെച്ച് ചുറ്റി കൊടുത്താൽ മതിയാവും. എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും റോസ് ഫ്ലവറെ. മഞ്ഞ റോസാണ് നമ്മൾ പറയും. മഞ്ഞ റോസ് എന്താ, ഫ്രണ്ട്ഷിപ്പോ അങ്ങനെ എന്താണ് പറയുക, മഞ്ഞ റോസ് കൊടുക്കുന്നത്. അപ്പോൾ മഞ്ഞ റോസ് റെഡി ആയി കഴിഞ്ഞപ്പോൾ ഒറിജിനൽ ഫ്ലവർ ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഉണ്ടാക്കി കൊടുത്താലും മതിയാവേ. അപ്പോൾ ഒരു ഫ്ലവർ ഉണ്ടാക്കാം. ഇതുപോലെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ആക്കിയിട്ട് നമുക്ക് ഫ്ലവർ വേസിൽ വെക്കാം. പിന്നെ ടേബിൾ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാം, ഈ പറഞ്ഞ പോലെ ഗിഫ്റ്റ് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് ചെയ്യാം. പിന്നെ ലാസ്റ്റിൽ എന്താ ചെയ്യുക, ഇതുപോലെ റെഡിമെയ്ഡ് ലീഫ് വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിന്റെ ലീഫ് വേണമെങ്കിൽ ഇതും നമുക്ക് ഉണ്ടാക്കാം. ഇതിന്റെ പച്ച ഗ്രീൻ്റെ ഇത് വാങ്ങിച്ചിട്ട് പിന്നെ ലീഫിന്റെ ഷേപ്പിൽ വെട്ടിയെടുക്കുക. എന്നിട്ട് 2 എണ്ണം വെട്ടിയെടുക്കണം. ഓക്കെ, ഈ തുണിക്ക് പകരം ഗ്രീൻ കളറിൽ പച്ച നിറത്തിലുള്ള തുണി വാങ്ങിച്ചിട്ട് അതിന്റെ ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കമ്പി വെക്കുക. ഈ കമ്പിയല്ല, കുറച്ച് തിന്നായിട്ടുള്ള കമ്പിയിൽ കുറഞ്ഞ വയറ് പോലത്തെ ആ കമ്പി വെച്ച് ഇതിന്റെ മുകളിൽ ഒരു ലീഫും കൂടെ വെച്ച് ഫെവിക്കോൾ കൊണ്ട് ഒട്ടിച്ച് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ ഈ സെല്ലോ ടേപ്പ് വെച്ചിട്ടും ചെയ്യാം. ഈ പിന്നെ ഗ്രീൻ ലീഫ് വെച്ചിട്ടും ചെയ്യാം. ഓക്കെ, ആൻഡ് ഇതാ ഇപ്പൊ മഞ്ഞ റോസ് ഉണ്ടാക്കിയ പോലെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്ലവേഴ്സ് ആണ്. ഇതാ റെഡ് കളറ് റോസ് ഫ്ലവർ ഉണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ ഗ്രീൻ കളറിലെ ലീവ്സും ഒയാസിസിലേക്ക് കുത്തി വെച്ചിട്ട് ഒരു പൂക്കൂട പോലെ ആക്കിയില്ലേ. അപ്പോൾ ഇങ്ങനെ ചുവന്ന കളറിലെ റോസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഓറഞ്ച് കളറിലെ വലിയ റോസ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് വലിപ്പം ഉണ്ടാക്കാം. അതായത് വലിയ ഫ്ലവറാണ് ഓറഞ്ച് കളറിലെ റോസ് ഫ്ലവർ. അതിൽ കുറച്ച് ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ള ഈ ഒരു ലീവ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ. അതുപോലെ തന്നെ ഈ യെല്ലോ കളറ്, കുറച്ചൊരു പീച്ച് കളറ്, ലൈലാക്ക്, ഏത് കളർ വേണമെങ്കിലും റോസ് ഫ്ലവറിൽ നമ്മുടെ ഇമാജിനേഷൻ തന്നെ ഇഷ്ടംപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു ക്രാഫ്റ്റാണ്. കുറച്ചൊന്ന് ശ്രദ്ധിച്ചതൊന്ന് പഠിച്ചു കഴിഞ്ഞ് കൈക്ക് വഴക്കം വന്നാൽ എത്ര ഫ്ലവേഴ്സ് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ വീടിനുള്ളിൽ നമുക്ക് തന്നെ ഇത് വെച്ച് അലങ്കരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എക്സിബിഷൻസിന് വയ്ക്കാം. ഒരുപാട് പ്രയോജനങ്ങൾ ഇത്തരം പൂക്കൾ കൊണ്ടുണ്ട്. അപ്പോൾ എന്തായാലും താങ്ക് യു സാജിദ ആൻറ്റി ഈ ക്രാഫ്റ്റ് പറഞ്ഞു തന്നതിന്. അപ്പോൾ ഇതുപോലെ മനോഹരമായ റോസപ്പൂക്കൾ നമുക്കും വീട്ടിലുണ്ടാക്കിയെടുക്കാം. കുറച്ച് സമയവും ശ്രദ്ധയും ക്ഷമയും ഒക്കെ മാത്രം മതി. അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്രാഫ്റ്റ് നിങ്ങൾ വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. ഇതുപോലെയുള്ള നല്ല നല്ല ക്രാഫ്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. കാത്തിരിക്കുക. ടേക്ക് കെയർ. സീ യു. ബൈ. നമസ്കാരം. ക്രാഫ്റ്റ് ടീച്ചറിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സാധാരണ നമ്മൾ വീട്ടിൽ ആപ്പിൾ വാങ്ങിക്കുമ്പോൾ ആപ്പിളിൻ്റെ മുകളിലൊരു കവർ ഉണ്ടാവും, റോസ് നിറത്തിലുള്ളൊരു ആപ്പിൾ കവർ. അതെന്താ ചെയ്യുക, നമ്മളത് കളഞ്ഞിട്ട് ആപ്പിൾ കഴുകി വൃത്തിയാക്കി ആപ്പിൾ കഴിക്കും, കവർ കളയും. എന്നാൽ അതുപോലെ കളയുന്ന ഒരുപാട് വസ്തുക്കൾ കൊണ്ട് നല്ല നല്ല ക്രാഫ്റ്റിലൂടെ വളരെ മനോഹരമായ വസ്തുക്കൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അത്തരത്തിലൊരു ക്രാഫ്റ്റാണ് നമ്മൾ കാണാൻ പോകുന്നത്, ആപ്പിൾ കവർ കൊണ്ടുള്ള ഫ്ലവേഴ്സ്. പുതുമയാർന്ന ക്രാഫ്റ്റ് നമുക്കായി പറഞ്ഞു തരുന്നു ശ്രീമതി സാജിദ. ആൻറ്റി നമസ്കാരം, പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആപ്പിൾ കവർ കൊണ്ടുള്ള ഫ്ലവേഴ്സ് അല്ലേ, ആപ്പിൾ കവർ കൊണ്ടുള്ള ഫ്ലവേഴ്സ് ആണ് ചെയ്യുന്നത് അല്ലേ? ആൻറ്റി എവിടുന്നാ പഠിച്ചത്? ഇത് തന്നെ പഠിച്ചതാണ്. ഓക്കെ, നമ്മളിപ്പോൾ ആപ്പിൾ കവർ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതെടുത്ത് കളഞ്ഞിട്ട് ആപ്പിളൊക്കെ കഴുകി കഴിക്കും. പക്ഷെ ആൻറ്റി ചെയ്തതെന്ന് വെച്ചാൽ ആപ്പിൾ കവർ കൊണ്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കി. അതല്ലേ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്, അതാണ് നമ്മൾ കരവിരുതെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാ ചെയ്യുന്നത്. എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്? ആപ്പിളിന്റെ കവർ, ഓക്കെ, കമ്പി, സിസേഴ്സ്, ത്രെഡ്, ഗ്രീൻ ടേപ്പ്. ഇത്രയും മതി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്തു തുടങ്ങാം. പ്രധാന റോ മെറ്റീരിയൽ ആപ്പിൾ കവറാണ്. ഇങ്ങനെ കട്ട് ചെയ്യാം. നേരെ പകുതി വെച്ച് കട്ട് ചെയ്യാം. ജോയിന്റ്സ് മാറ്റിയിട്ട് അത് വിടർത്തുന്ന പോലെ കട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് കമ്പി ഇങ്ങനെ വളച്ചെടുക്കുക, ഇതിങ്ങനെ ചുറ്റിയെടുക്കുക. നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇതിനൊരു കമ്പി വയറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് വളച്ച് വെച്ചിട്ട് അതിലേക്ക് ഇത് ചുറ്റിയെടുക്കുക ഇങ്ങനെ. എന്നിട്ടോ എന്നിട്ട് ത്രെഡ് കൊണ്ട് കെട്ടി വെക്കണം അല്ലേ?
മുറുക്കി കെട്ടണം. നന്നായിട്ട് മുറുക്കണം. ഇത് തെർമോക്കോളായോണ്ട് കട്ടിയുള്ളതാണ്. നമ്മൾ വരിഞ്ഞ് മുറുക്കി കെട്ടാതെ നിൽക്കത്തില്ല. അപ്പൊ ഈ ഒരു മെറ്റീരിയലിന്റെ പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഊർന്ന് ഇങ്ങനെ പോയേക്കാം. അതുകൊണ്ട് നല്ലോണം മുറുക്കി കെട്ടി വെക്കണേ. നല്ല കട്ടിയുള്ള ത്രെഡാണ്. കട്ടിയുള്ള ത്രെഡ് ഉപയോഗിക്കും. എക്സസ് ആയിട്ടുള്ള നൂല് കട്ട് ചെയ്ത് കളയാം. രണ്ടാമത്തേതെടുത്ത് പിന്നെ കുറച്ച് താഴെ വെച്ചിട്ട് ആ നൂല് മറയുന്ന പോലെ ചുറ്റി കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ നമുക്കിങ്ങനെ ടയറായിട്ട് ഇങ്ങനെ കിട്ടും. പൂവിന്റെ ഇതളുകളുടെ ഓരോ ലെയർ ആയിട്ട് കിട്ടുന്നത് പോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. രണ്ടാമത്തതും ചുറ്റിയിട്ട് അതും നൂല് വെച്ച് കെട്ടി വയ്ക്കുക അല്ലേ. കെട്ടുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് മുറുകിയിട്ട് കെട്ടണം. അപ്പോൾ രണ്ടാമത്തേതും ഇതുപോലെ മുറുക്കി കെട്ടി വെച്ച് ടാപ്പ് വെച്ചിട്ട്. പിന്നെ ഗ്രീൻ ടേപ്പ് നമുക്കറിയാം, നമ്മൾ ഫ്ലവർ മേക്കിംഗ് ഉപയോഗിക്കുന്നതാണ്. എല്ലാ ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ ഈ ടാപ്പ് ഉപയോഗിക്കും. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ആർക്കും, ചെറിയ കുട്ടിയൊക്കെ വരെ ചെയ്യാൻ പറ്റുന്ന കാര്യമായിട്ട്. പിന്നെ കുറേ കാലം ഇരിക്കുമല്ലോ, നിറം മങ്ങില്ല. കഴുകണമെന്നുണ്ടെങ്കിൽ കഴുകുകയും ചെയ്യാം. ഗ്രീൻ ടേപ്പ് നല്ല വരിഞ്ഞ് ചുറ്റുക അതിൻ്റെ പൂവിൻ്റെ തണ്ടിനുള്ള പച്ച നിറം കൊടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഒരു ഫ്ലവർ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ആപ്പിൾ കവർ ഉപയോഗിച്ചിട്ട് രണ്ടായിട്ട് അതിൻ്റെ ജോയിൻറ്റ്സ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനുള്ളിൽ കമ്പി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതങ്ങോട്ട് വരിക. അതിനുശേഷം നൂല് വെച്ച് ചുറ്റി കൊടുക്കുക. ആ നൂലിനെ കൺസീൽ ചെയ്യുന്ന പോലെ രണ്ടാമത്തെ ആപ്പിൾ കവറും ആ കഷ്ണവും കൂടി ചെയ്ത് വെക്കുക. അതിനുശേഷം ഈ നൂല് വെച്ച് കെട്ടിയിട്ട് പിന്നെ ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് തണ്ടും കൂടി ചെയ്യുമ്പോഴത്തേക്കും പൂവ് റെഡിയായി കഴിഞ്ഞു. എത്ര എളുപ്പത്തിൽ ചെയ്യാം. ആൻറ്റി പറഞ്ഞ പോലെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. ഈ ഗ്രീൻ ലീഫ് വെച്ചിട്ട് റെഡിമെയ്ഡ് ലീഫ് വെച്ച് കൊടുത്താൽ മതി ഇതിൻ്റെ സൈഡിൽ. ഓക്കെ. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലീവ്സ് നമ്മൾക്ക് ക്രാഫ്റ്റിൽ നമ്മൾ കണ്ട് പരിചയിച്ചിട്ടുള്ള ഒന്നാണ്. ഈ ലീഫ് ഇതുപോലെ സൈഡിൽ വെച്ച് കൊടുക്കുക. അതുപോലെ ഇത് എന്താ ആൻറ്റി പറയാം, ഒയാസിസ് അല്ലേ. ഒയാസിസ് എന്ന് പറയുന്നത് നമ്മൾ ആ സ്പോഞ്ച് പോലത്തെ സാധനം ഉണ്ടല്ലോ, അതിലേക്ക് കുത്തി വയ്ക്കുക. എന്നിട്ട് ഈ ഗ്രീൻ ലീവ്സും കൂടെ അറേഞ്ച് ചെയ്ത് കൊടുത്താൽ പൂവായി. പിന്നെ ഇത് ആൻറ്റി പറഞ്ഞ പോലെ വാഷ് ചെയ്യുക വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എത്ര കാലം വേണമെങ്കിലും ലാസ്റ്റ് ചെയ്യും. പിന്നെ ഈ കളറിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, ഈ റോസ് കളറും ഗ്രീനും കൂടി വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ്. കണ്ടു കഴിഞ്ഞാൽ എത്ര ഫ്ലവേഴ്സ് വേണമെങ്കിലും നമ്മൾ ഉണ്ടാക്കാം. അത് വീട്ടിൽ ആപ്പിൾ വാങ്ങിക്കുന്നതനുസരിച്ച് നമുക്ക് കവർ എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ചെറിയ ക്രാഫ്റ്റാണ്, നല്ല ഭംഗിയാണ് ചെയ്ത് കഴിഞ്ഞാൽ. നമ്മൾ ഉപയോഗശൂന്യം എന്ന് കരുതി വലിച്ചെറിയുന്ന ഒരു വസ്തുവാണ് സത്യത്തിൽ ആപ്പിൾ കവർ എന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെ ഉപയോഗത്തിൽ ഭംഗിയാർന്ന ഒരു കാര്യം നമുക്ക് ഈ ക്രാഫ്റ്റിലൂടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അത് തന്നെയാണ് വലിയ കാര്യം. ആൻറ്റി, കൺഗ്രാജുലേഷൻസ്, ഈ ഒരു ക്രാഫ്റ്റ് പഠിച്ചത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്രാഫ്റ്റ് നമുക്കായി പറഞ്ഞു തന്നത് കണ്ണൂരിൽ നിന്നുള്ള ശ്രീമതി സാജിദയാണ്. അപ്പോൾ ഇതുപോലെ നല്ലൊരു ക്രാഫ്റ്റുമായിട്ട് ക്രാഫ്റ്റ് ടീച്ചറിൻ്റെ മറ്റൊരു എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ കാത്തിരിക്കുക. See you. ക്രാഫ്റ്റ് ടീച്ചറിൻ്റെ ഒരു പുതിയ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് റോ മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്ക് പൂക്കൾ ക്രാഫ്റ്റിലൂടെ ഉണ്ടാക്കാൻ പറ്റുന്ന ഇതേ സെഗ്മെന്റിലൂടെ തന്നെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്. ഇന്നും അതുപോലെ തന്നെ ഫ്ലവേഴ്സാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ അത് ഫിനിക്സ് പേപ്പർ വെച്ചിട്ടാണ്. ഏറ്റവും ഫ്ലെക്സിബിളായ, ഏറ്റവും മനോഹരമായ പൂക്കൾ ഉണ്ടാക്കാൻ പറ്റിയ റോ മെറ്റീരിയലാണ് ഫിനിക്സ് പേപ്പർ എന്ന് പറയുന്നത്. ഈ ക്രാഫ്റ്റ് ഇന്ന് നമുക്കായി കാണിച്ചു തരുന്നത് കണ്ണൂരിൽ നിന്നുള്ള ശ്രീമതി സാജിദയാണ്. ഹലോ ആൻറ്റി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഇന്ന് നമ്മൾ ഫ്ലവേഴ്സിൻ്റെ ലോകത്താണ്. ഫിനിക്സ് പേപ്പർ കൊണ്ടുള്ള ഫ്ലവേഴ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിറയെ ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പം എന്തൊക്കെയാണ് ആൻറ്റി വേണ്ടത്? ഫിനിക്സ് പേപ്പർ, ഓക്കെ, കമ്പി, ത്രെഡ്, ഗ്രീൻ സെല്ലോ ടേപ്പ്, ഫിനിക്സ് പേപ്പർ എടുത്ത് ഇങ്ങനെ ഫോളോ ചെയ്തിട്ട് ഓക്കെ ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം അല്ലേ? എന്നിട്ട് മടക്കണം. എന്നിട്ടിത് ഒരേ സൈസിൽ ഒരു സൈസിൽ ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇത് പെറ്റലിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മടക്കിയത്. എന്നിട്ട് ഒന്നിച്ചും കട്ട് ചെയ്യല്ലേ? കട്ട് ചെയ്തില്ലേ? ഈ കട്ട് ചെയ്തത് ഒരേ ഷേപ്പിൽ 3 പെറ്റൽ
3 ഇതളുകളാക്കി വെച്ചു. ഇതിങ്ങനെ ചുരുട്ടി കൊടുക്കുക. ഓക്കെ ഓക്കെ. ഇത് തുണി പിഴിയുന്നത് പോലെ. ഓക്കെ. പക്ഷെ എത്ര അങ്ങനെ ചെയ്താലും കീറത്തില്ല അല്ലയോ? നല്ല ഫ്ലെക്സിബിൾ ആണത്. അപ്പോൾ ഫിനിക്സ് പേപ്പർ അതിപ്പം ഇതളുകൾ എടുത്തിട്ട് അടുക്കി വെച്ചിട്ട് നല്ലോണം തുണി പിഴിയുന്ന പോലെ ഒന്ന് നല്ലോണം പിഴിഞ്ഞെടുക്കാം. കണ്ട അപ്പം പെറ്റൽ ഇതുപോലെ കിട്ടും. ഓക്കെ. ഒറിജിനൽ ഫ്ലവറിൻ്റെ ഇതളുകൾ പോലെ തന്നെ ഇങ്ങനെ കിട്ടും. ഇതാ ഇതുപോലെ ഇരിക്കും കേട്ടോ. എന്നിട്ടോ ഈ കമ്പി വളച്ച് വെച്ചിട്ട് ഒരു പെറ്റലെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഓക്കെ ത്രെഡ് വെച്ച് കെട്ടുക. ത്രെഡ് വെച്ച് കെട്ടുക. ഓരോ പെറ്റലെടുത്തിട്ട് കെട്ടിക്കൊടുക്കുക. അടുക്കി അടുക്കി വെച്ച് അല്ലേ. ആ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ട് തന്നെ നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും അല്ലേ? ഫീൽ ചെയ്യും. ഓരോ ഇതെല്ലാം വെച്ചിട്ട് നല്ലോണം മുറുക്കി അതിങ്ങനെ കെട്ടിക്കൊടുക്കുക. എത്ര പെറ്റൽസ് വേണോ അത്രയും നമ്മൾ നമുക്ക് പൂവിന്റെ വലിപ്പം പോലെ എത്ര വലിപ്പം വേണോ അത്ര പെറ്റൽസ് എടുത്ത് വെക്കുക അല്ലേ. അപ്പോൾ എത്രയും വലിപ്പമുള്ള പൂ വേണോ അത്രയും വലിപ്പത്തിൽ നമ്മൾ ഇതളുകൾ കട്ട് ചെയ്ത് വെച്ചിട്ട് അതിന് വേണ്ട പോലെ അതെടുത്ത് ഇങ്ങനെ കെട്ടി വെച്ച് 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 പോവുക. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ തന്നെ ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസിയാണ് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്ത് ചെയ്താലും ഇത് കീറുകയോ എന്താ പറയുക മുറിഞ്ഞു പോവുകയോ ഒന്നും ചെയ്യാത്ത ഒന്നാണ് ഈ ഫിനിക്സ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഫിനിക്സ് പേപ്പർ കൊണ്ടുള്ള ആ എതിരുകൾ എന്ന് പറയുന്നത് നല്ല പെർഫെക്റ്റ് ഫിനിഷിൽ നിൽക്കും. നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അപ്പോൾ അത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. കണ്ടില്ലേ ഇങ്ങനെയൊക്കെ ഒന്ന് കൂട്ടിയൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ട് അത് വിട്ട് അതേപോലെ തന്നെ ആ ഷേപ്പിൽ തന്നെ തിരിച്ച് അതേപോലെ തന്നെ ആ ഫോമിലേക്ക് വരും. അത് കഴിഞ്ഞിട്ട് ഈ നൂല് ചുറ്റിയ സ്ഥലത്ത് നമ്മൾ ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കുക. പിന്നെ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് അതിൽ ഒരു ബൊക്കെ പോലെ ആക്കാൻ വേണ്ടി പൊടിപ്പിച്ച് കൊടുക്കുക. ഫ്ലവർ വേസിൽ വെക്കാം. ഗ്രീൻ ടേപ്പ് ചുറ്റും ഇങ്ങനെ വലിച്ച് തന്നെ ചുറ്റി കൊടുക്കണം അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കും, തള്ളി നിൽക്കും അല്ലേ? തള്ളി നിൽക്കും. ആ നൂല് കാണാത്ത മട്ടിൽ വേണം നമ്മൾ അത് ഈ ഗ്രീൻ ടേപ്പ് ചുറ്റി വെക്കാനായിട്ട്. അത് ശരിക്കും അതിൻ്റെ മുകൾ വശം മുതൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ആ നൂലിൻ്റെ കെട്ട് കാണണ്ടല്ലോ പുറത്തേക്ക്, അതുകൊണ്ട്. അപ്പോൾ ഗ്രീൻ ടേപ്പ് വെച്ച് ഒട്ടിച്ചു. എന്നിട്ട് ഫ്ലവർ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഫിനിക്സ് പേപ്പർ വെച്ചിട്ടുള്ള നല്ല ഡീപ്പ് യെല്ലോ, ഓറഞ്ചിഷ് യെല്ലോ കളറാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫ്ലവർ റെഡി ആയി കഴിഞ്ഞു. ഇതുപോലത്തെ ഒരുപാട് ഫ്ലവേഴ്സാണ് ഈ ഇരിക്കുന്നതൊക്കെ, പല നിറങ്ങളിൽ പല ഷേപ്പിലൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഡബിൾ കളറ് വരുമ്പോൾ ഇങ്ങനെ വരും. അതായത് ഈ ഭാഗത്തൊരു കളറും അതിൻ്റെ ഉള്ളിൽ വേറൊരു കളറും വരും. അതും ഈ പറഞ്ഞ ഒരു നാച്ചുറൽ ഫിനിഷ് നല്ല ഭംഗിയായിട്ട് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഫ്ലവറാണ്. പിന്നെ ഏതൊക്കെ കളർ വേണം, ഏതൊക്കെ ഷേപ്പിൽ എന്തെല്ലാം കളേഴ്സ്, ഇതൊക്കെ അങ്ങനത്തെ ഫ്ലവേഴ്സാണ്. ഇഷ്ടമുള്ള രീതിയിൽ വലിപ്പത്തിൽ